ക്രിസ്ത്യാനികൾക്കു നേരെ വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തെ ലജ്ജാകരമാക്കുന്നുവെന്ന് അബുജയിലെ ആർച്ച് ബിഷപ്പ് ഇഗ്നേഷ്യസ് കൈഗാമ. നൈജീരിയയിൽ 2 കത്തോലിക്ക പുരോഹിതരെ തട്ടിക്കൊണ്ടുപോയതിനെ തുടർന്ന് രാജ്യം നേരിടുന്ന അരക്ഷിതാവസ്ഥയെക്കുറിച്ച് ശക്തമായി പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വർദ്ധിച്ച അരക്ഷിതാവസ്ഥ നമ്മുടെ രാജ്യത്തെ വേട്ടയാടുന്നത് തുടരുകയാണ്. ഇത് തടയാനാകാത്തത് ലജ്ജാകരമാണെന്നും ഇപ്പോൾ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന അക്രമം നടത്തുന്നവരെ നിയന്ത്രിക്കാനുള്ള കഴിവ് സർക്കാരിന് നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഫാദർ കെൻവിത്ത് കൻവയെയും ഫാദർ ജൂഡ് നവാജുകിനെയും അവർ സേവിച്ചിരുന്ന ഇടവക റെക്ടറിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ സംഭവമാണ് രാജ്യത്ത് ഏറ്റവും ഒടുവിൽ നടന്ന തട്ടിക്കൊണ്ടുപോകൽ. നൈജീരിയയിലെ തട്ടിക്കൊണ്ടുപോകൽ പ്രതിഭാസത്തെ ഒരു പകർച്ചവ്യാധി എന്നാണ് വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. 2019 മുതൽ 17,469 നൈജീരിയക്കാരെ തട്ടിക്കൊണ്ടുപോയതായി സിവിൽ സൊസൈറ്റി ജോയിന്റ് ആക്ഷൻ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന സംഘടന വെളിപ്പെടുത്തിയിരുന്നു. 129ാമത് മാരാമൺ കൺവെൻഷൻ ഇന്നു മുതൽ 18 വരെ പമ്പാതീരത്ത് തയ്യാറാക്കിയ പന്തലിൽ നടക്കും. 1,00,000 പേർക്ക് ഇരിക്കാവുന്ന വിശാലമായ പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. മലങ്കര മാർത്തോമ സഭയുടെ സുവിശേഷ പ്രസംഗ സംഘം നേതൃത്വം നൽകി വരുന്ന കൺവെൻഷൻ മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രോപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ പീലക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. ആർച്ച് ബിഷപ്പ് റവറൻ ബെർണാർഡ് തിയഡോൾ വാലറ്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം പങ്കെടുക്കും. അമേരിക്കയിൽ നിന്നുള്ള ഡോക്ടർ ക്ലിയോഫസ് ജെ ലാറു, സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള മാർക്ക് ജെ മസാങ്കോ എന്നിവരും മാർത്തോമ സഭയിലെ ബിഷപ്പുമാരും സഹോദരി സഭകളിലെ ബിഷപ്പുമാരും ഡോക്ടർ ജോവാൻ ചുങ്കപ്പര എന്നിവരും വിവിധ യോഗങ്ങളിൽ പ്രസംഗിക്കും. നാളെ മുതൽ ശനിയാഴ്ച വരെ രാവിലെ 9:30 വൈകുന്നേരം 6 പൊതുയോഗങ്ങൾ ഉണ്ടാകും. 14 രാവിലെ 9:30 നടക്കുന്ന എക്യുമെനിക്കൽ യോഗത്തിൽ വിവിധ സഭാ മേലധ്യക്ഷന്മാർ പങ്കെടുക്കും. ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് മുഖ്യ സന്ദേശം നൽകും. സ്കൂളിൽ പോയ കാലം മുതൽ ദേവാലയത്തിൽ പോയിരുന്ന യുവാവിന് ഒടുവിൽ ദേവാലയത്തിൽ തന്നെ ജീവിതാന്ത്യവും. ആനക്കല്ല് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കവെയാണ് കുഴഞ്ഞു വീണ് മിലൻ പോൾ എന്ന 17-കാരൻ മരിച്ചത്. ആനക്കല്ല് സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിൽ +1 വിദ്യാർത്ഥിയായിരുന്നു. നരിവേലി നെല്ലാക്കുന്നേൽ പോളിന്റെ മകനാണ് മിലൻ. മൃതസംസ്കാരം ആനക്കല്ല് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നാളെ നടക്കും. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.